ആമ്പല്ലൂരിൽ KSRT ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് സാങ്കേതിക വിദ്യയും സർഗാത്മകതയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. IHRD സംഘടിപ്പിക്കുന്ന തരംഗമേള കല്ലേറ്റുങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധം. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റു 3 പേർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഞായറാഴ്ച രാവിലെ 11:30യോടെ ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ബസ്സിന് പുറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ ഒരു കാർ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മീഡിയ ടൈം, പുതുക്കാട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് സാങ്കേതിക വിദ്യയും സർഗാത്മകതയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരള സർക്കാർ സ്ഥാപനമായ IHRD ദേശീയ തലത്തിൽ ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സാങ്കേതിക കലാപരിപാടികൾ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന തരംഗമേള കല്ലേറ്റുങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ വിവിധ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നൂതന ആശയങ്ങളുടെ ആവിഷ്കാരങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ടെക്നിക്കൽ ക്വിസ് മത്സരങ്ങൾ, ഡിബേറ്റ്, ടൈപ്പ് റേസിംഗ്, റോബോ റേസ്, ഹാക്കിംഗ് റിയൽ വേൾഡ് സിനാരിയോ ഇൻ റിയൽ ടൈം, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് ആൻഡ് തെറാപ്പി എന്നീ വിഷയങ്ങളിൽ വർക്ക്ഷോപ്പുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടന്നു. ആളൂർ പ്രസിഡൻസി കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. സിനിമാ താരം ജെയ്സ് ജോസ് മുഖ്യാതിഥിയായി. IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ നേസൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡേവിസ്, കുറുങ്കുഴൽ ആർട്ടിസ്റ്റ് KA അൻപുനാഥ്, കല്ലേറ്റുങ്കര BVMH സ്കൂൾ മാനേജർ വർഗീസ് പന്താലുകാരൻ, കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ R ആശ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ TS ഗൗതം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, ആളൂർ. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. കാളമുറി സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറങ്ങുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല. ഇവിടെ ഇരുമ്പ് കുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ്. എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ 1 കിലോമീറ്ററോളം ചുറ്റിവളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസിമുദ്ദീൻ, TK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. കയ്പമംഗലം കാളമുറി ജംഗ്ഷൻ കുറേ നാളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ, കിഴക്കുന്നുള്ള ഒരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടം നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് ഇപ്പോൾ ഈ ഇത്തരം 2 ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ 3-4 അപകടങ്ങളുണ്ടായിക്കഴിഞ്ഞു. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി, വണ്ടികൾ
പൂർണ്ണമായിട്ട് 2 വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് വീണ് അപകടം പറ്റാനുള്ള സാധ്യത. ഇങ്ങനെ ഇത് നിരന്തരമായിട്ട് നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശിവാലയ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നടപടി എടുക്കാണ്ടായി വന്നപ്പോഴാണ് ഈ നാട്ടുകാർക്ക്, അതായത് വ്യാപാരി വ്യവസായികൾക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരൊക്കെ അടങ്ങുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഒരു സമരമായിട്ട് ഇറങ്ങിയത്. ഇതൊരു സൂചന മാത്രമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. കൂടപ്പുഴ തടയണയ്ക്ക് താഴെ പുഴയിൽ കുളിക്കാനിറങ്ങിയ പുതുക്കാട് ചെങ്ങാലൂർ സ്വദേശി പനംകുളം വീട്ടിൽ 32 വയസ്സുള്ള ജിബിൻ പോളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ചാലക്കുടി അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സേനാംഗങ്ങളായ രജു AV, ദീപു TD, ജയകൃഷ്ണൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, സനൽ ജ്യോതി, സേനാംഗങ്ങളായ വിഷ്ണു KR, സന്ദീപ്, അരുൺ VN എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യവുമായി അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പുത്തൻചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റണി പയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. TS ഷാജി, ജിജോ അരീക്കാടൻ, CK യുദ്ധി, VS അരുൺ രാജ്, ഷൈല പ്രകാശൻ, KP പ്രജീഷ്, ജെറോം കരിമാലിക്കൽ, PC ബാബു, MK കാഞ്ചന എന്നിവർ പ്രസംഗിച്ചു. ജോർജ് പട്ടേരി, ടോണി കണ്ണായി, കൃഷ്ണപ്രസാദ്, സലാം അരിപ്പുറത്ത്, ജോർജ് പനക്കൽ, വിശ്വനാഥൻ തൃപ്പേക്കുളത്ത്, MA സുലൈമാൻ, പ്രകാശൻ പുന്നക്കുഴി, മുഹമ്മദ് മുടവൻകാട്ടിൽ, VK മൂസക്കുട്ടി, മധു വില്യമംഗലത്ത്, ഷഹീദ് കളിപ്പറമ്പിൽ, മോഹനൻ ആനമ്പലത്ത് എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. ഒറീസയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് വാടക വീട്ടിൽ സൂക്ഷിച്ച മൊത്തം കച്ചവടം നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ 23 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ജലഗംഗി സ്വദേശികളായ ഷാഹുൽ, ബിലാൽ മണ്ഡൽ, ഇനാർജുനന്റെ മകൻ മുർസലിൻ എന്നിവരെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 50 ലക്ഷം രൂപ വിലമതിക്കും. കുഴൂർ പഞ്ചായത്തിലെ എരവത്തൂരിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ മാഞ്ഞേലിപ്പറമ്പിൽ അരുൺദാസ് മകൾ അവന്തികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള സൊക്കോഴ്സ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവന്തിക. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന, അഖില കേരള മെഗാ തിരുവാതിരക്കളി മത്സരം എന്നിവ നടന്നു. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ഗിരീശൻ നമ്പൂതിരിയായിരുന്നു ആചാര്യൻ. കുട്ടികൾക്ക് പഠിക്കാൻ ഇന്ന് വളരെ വൈകി എഴുന്നേൽക്കുന്നു, വളരെ വൈകി കിടന്നുറങ്ങുന്നു. സൂര്യ ഉദയവും സൂര്യാസ്തമനവും കുട്ടികൾ മിക്കവാറും കാണുന്നില്ല. അതോടുകൂടി കുട്ടികളുടെ ആ മനസ്സിൻ്റെ ബുദ്ധിശക്തി ഏതൊരു സൂര്യഭഗവാനിൽ നിന്നാണോ ലഭിക്കുന്നത്, ഔഷധീശ്വരനായ ചന്ദ്രനിൽ നിന്ന് ഏത് ശക്തിയാണോ ലഭിക്കേണ്ടത് അത് കിട്ടാതെ പോകും. അപ്പോൾ അതൊക്കെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായ ഗുണങ്ങളാണ്. സരസ്വതി യാമം, സരസ്വതി നാഡികൾ ശരീരത്തിലുണ്ട്. ആ സരസ്വതി നാഡികൾ ഊർജ്ജസ്വലമാകുന്നത് സരസ്വതി യാമത്തിലാണ്. എപ്പോഴാണ് ആ സരസ്വതി പ്രവാഹം ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ സരസ്വതി പ്രവാഹം ഉണ്ടാകുന്നത്, ആ സരസ്വതി പ്രവാഹത്തിൽ ഏത് പ്രവൃത്തിയിലാണോ നമ്മൾ ഒഴുകുന്നത്, നമ്മൾ ഉറങ്ങുകയാണ്, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞു തന്നു നമ്മളോട്. കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലത്ത് ബ്രഹ്മചര്യത്തിലാണ് വിദ്യ അഭ്യസിക്കുന്നത്. തിരുവാതിരക്കളി മത്സരത്തിൽ 9 ടീമുകൾ പങ്കെടുത്തു. ഫെബ്രുവരി 26 വരെയാണ് ശിവരാത്രി മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
ശിവരാത്രി ദിവസം അഖണ്ഡനാമജപം, സഹസ്ര ക്ഷീര മഹാകുംഭാഭിഷേകം, മേളം, ചുറ്റുവിളക്ക്, നിറമാല എന്നീ വിവിധ പരിപാടികൾ നടക്കും. KPMS വെള്ളൂർ ശാഖ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ശാഖകൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഓഫീസുമുള്ള ഒരു ശാഖ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത് സംസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ KPMS ശാഖകൾക്കും നേതൃത്വപരമായിട്ടും ഒരു എന്താ പറയുക, ഒരു ഉത്തേജനം, മോട്ടിവേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ കാര്യം. കേവലം ഒരു ഓഫീസ് പണിയൊക്കെ കാശ് 6 മണിയാണ്, വെള്ളി മണിയാണ്. അതിന് നമ്മുടെ ലോക്കൽ വഴിയുടെ നിമിഷം മാത്രമാണ് ആശ്രയിക്കുന്നത്. പക്ഷെ പട്ടികജാതി സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഉണർവേകുന്ന പ്രവർത്തികൾ ചെയ്യുന്ന പ്രവർത്തികൾ. ശാഖാ പ്രസിഡന്റ് KV പ്രവീൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ മുഖ്യാതിഥിയായിരുന്നു. CP രാജൻ സംസാരിച്ചു. മുൻ ശാഖാ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സർക്കാർ ഫിഷറീസ് വകുപ്പ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പോഴങ്കാവ് പഞ്ചായത്ത് കുളത്തിൽ കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 270 മത്സ്യ കർഷകർക്ക് 9.15 ഹെക്ടറിൽ 68,625 മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ നൌഷാദ് PA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ കൃഷ്ണേന്ദു, ഇബ്രാഹിംകുട്ടി, അയൂബ് KA, സീന അഗസ്റ്റിൻ, പ്രൊജക്ട് കോർഡിനേറ്റർ സിമ്മി, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ രജിത ഉല്ലാസ്, ദീപ്തി, സാഗർ മിത്ര, വിനീത എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാലാഭിലാഷമായ മിനി ഹാർബറിന് ചിറക് മുളയ്ക്കുന്നു. സംസ്ഥാന ബജറ്റിൽ ഇടം നേടിയതോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കയ്പമംഗലം ഫിഷ് ലാൻഡിംഗ് സെന്റർ മിനി ഫിഷിംഗ് ഹാർബറായി ഉയർത്തുന്നതിനുള്ള അന്വേഷണ പ്രവൃത്തികൾക്ക് വേണ്ടി 2013 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനും മോഡൽ സ്റ്റഡി നടത്തുന്നതിനും പൂനെ CWPRSന് ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. എറണാകുളം ജില്ലയിലെ മുനമ്പം ഫിഷിംഗ് ഹാർബറിനും തൃശൂർ ജില്ലയിലെ ഹാർബറായ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിനും ചേറ്റുവ ഹാർബറിനുമിടയിൽ വരുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് കൂരിക്കുഴി കമ്പനിക്കടവ്. വലപ്പാട് മുതൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ വരെയുള്ള നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന കടപ്പുറം കൂടിയാണിത്. കമ്പനിക്കടവിൽ മിനി ഹാർബർ എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയേറും. അതുവഴി പ്രസ്തുത പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിയും സാധ്യമാകും. സ്വന്തം കടപ്പുറത്തുനിന്ന് ഇൻബോർഡ് വള്ളങ്ങളും ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിനിറങ്ങുന്ന കാലം ഒട്ടും അകലെയല്ലെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് തൊഴിലാളികൾ. പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്കടവിൽ ആലോചനാ യോഗം ചേർന്നു. ഇടി ടൈസൺ MLA യോഗത്തിൽ അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, സിബിൻ അമ്പാടി, PK സുകന്യ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് AE ഗയ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂരിൽ KSRT ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് സാങ്കേതിക വിദ്യയും സർഗാത്മകതയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. IHRD സംഘടിപ്പിക്കുന്ന തരംഗമേള കല്ലേറ്റുങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധം.
യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.